സിസ്റ്റർ അഭയയ്ക്ക് ക്ഷീണം അനുഭവപ്പെട്ടതിനാൽ സിസ്റ്റർ അഭയ ഫ്രിഡ്ജിലെ വെള്ളം, അടുക്കളയിലുള്ള ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് തണുത്ത വെള്ളം കൊണ്ട് മുഖമൊന്ന് കഴുകാനായിട്ട് താഴേക്ക് ഇറങ്ങുന്നു. ഈ താഴേക്ക് ഇറങ്ങിയ അഭയെ പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് അഭയെ കിണറ്റിൽ വെച്ചിട്ടാണ്. അതായത് ഈ വെള്ളം എടുക്കാൻ പോയി എന്നൊരു അനുമാനം വന്നത് എനിക്ക് തോന്നുന്നു ആ ഫ്രിഡ്ജിന്റെ താഴെ ആ ഒരു കിച്ചൺ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സീനിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ, വെള്ളത്തിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ താഴെ വീണ് കിടക്കുന്നുണ്ട്. വെള്ളം അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അതിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, കിച്ചൺ ഡിസ്റ്റർബൻസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. ഇനിയിപ്പോ അഭയനെ കാണാതായി എന്നുള്ളത് എങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്തത് എന്നുള്ളതാണ് കേസിന്റെ വിധി പകർപ്പിൽ നമുക്ക് കാണുന്നത്. അതായത് 5 മണിയോടുകൂടി സിസ്റ്റർ സുദീപ ബെല്ലടിച്ചു. അത് പ്രകാരം കിച്ചണിലെ സ്റ്റാഫാണ് ആദ്യം അടുക്കളയിലെത്തുന്നത്. അച്ചാമ്മയാണ് എൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അച്ചാമ്മ ആദ്യം ഈ നാം നേരത്തെ കണ്ട ഇതേ സ്റ്റെയർ കേസ് വഴിയാണ് താഴേക്ക് എത്തുന്നത്. താഴെ എത്തുമ്പോൾ സാധാരണ രീതിയിൽ അവിടുത്തെ സ്റ്റെയർ കേസിലുള്ള ലൈറ്റുകൾ അവർ രാത്രി ഓഫാക്കാറില്ല. പക്ഷെ മറ്റ് അടുക്കളയിലേക്കുള്ള വഴിയിലുള്ള ലൈറ്റുകളും അടുക്കളയിലെ ലൈറ്റുകളെല്ലാം ഓഫാണ്. പക്ഷേ അച്ചാമ്മ വലത്തോട്ട് തിരിയുമ്പോൾ ആദ്യമായി കാണുന്നത് ഇടനാഴിയിലെ ലൈറ്റ് കത്തി കിടക്കുന്നതാണ്. അതായത് സിസ്റ്റർ സെഫിയുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ഇടനാഴിയിലെ ലൈറ്റ് ഓണായി കിടക്കുന്നു. അതെ അതെ, ആ ഒരു അസ്വാഭാവികത അവർ ദർശിച്ചു എന്നാണ് കോടതിയുടെ രേഖയിൽ കാണുന്നത്. അതിനുശേഷം അവർ അടുക്കളയിലെത്തുകയാണ്. അടുക്കളയിലെത്തിയപ്പോൾ കൂടുതൽ അസ്വാഭാവികതകൾ അവർക്ക് കാണാൻ കഴിയുകയാണ്. പ്രത്യേകിച്ച് അവിടെ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം മറിഞ്ഞു കിടക്കുന്നു. ഒരു കോടാലി അവിടെ കിടക്കുന്നു എന്നും കോടതി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫ്രിഡ്ജ് തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ, ആ വാട്ടർ ബോട്ടിൽ താഴെ വീണ് കിടക്കുന്നു. അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുറത്തേക്കുള്ള നാം നേരത്തെ പറഞ്ഞിരുന്ന അടുക്കളയുടെ വർക്ക് ഏരിയയുടെ പുറത്തേക്കുള്ള വാതിൽ, അതായത് ബിൽഡിങ്ങിൻ്റെ പുറത്തേക്കുള്ള വാതിലിൻ്റെ ഇടയിലായിട്ട് ഒരു കന്യാസ്ത്രീയുടെ വെയിൽ കിടക്കുന്നതായിട്ടും അവർ കാണുന്നു. പിന്നെ ഈ അബയുടെ ഈ ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മൊഴികളുണ്ട് അല്ലേ, അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ അബയുടെ 2 ചെരുപ്പുകൾ 2 ഇടത്തായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് തിരിച്ചറിയുന്നത് അച്ചാമ്മയല്ല, ത്രേസ്യമ്മ എന്ന് പറഞ്ഞ കിച്ചണിൽ തന്നെ മറ്റൊരു സ്റ്റാഫാണ് ഈ അബയുടെ ചെരുപ്പുകൾ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സിസ്റ്റർ സെഫീനെ വിളിക്കുകയാണ്. സിസ്റ്റർ സെഫിയാണ് റൂമിലെ തൊട്ട് താമസിക്കുന്ന സെഫീനെ വിളിക്കുന്നു. സെഫി അവിടെ എത്തുന്നു. സെഫി ഇതെല്ലാം കാണുന്നു. വേഗം സിസ്റ്റർ അഭയ താമസിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിലേക്ക് എത്തുന്നു. സിസ്റ്റർ അഭയ അവിടെ അന്വേഷിക്കുന്നു, കാണുന്നില്ല. പിന്നെ 2 നില മുകളിലാണ് അവരുടെ പ്രാർത്ഥനാ ഹാളുള്ളത്, പ്രെയർ റൂം, ചാപ്പലുള്ളത്. ഈ ചാപ്പലിൽ പോയി അന്വേഷിക്കുന്നു, അവിടെയും സിസ്റ്റർ അഭയെ കാണുന്നില്ല. ഇതോടുകൂടി അവിടെ ഒരു പരിഭ്രാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. സിസ്റ്റർ സെഫി വേഗം മദർ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ ലിസ്യുവിനെ ഒരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നാം കണ്ട അടുക്കളയുടെ വർക്ക് ഏരിയയുടെ പുറത്തേക്കുള്ള ഡോറ്, അത് ഉള്ളിൽ നിന്ന് തുറന്നാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഡോറല്ല, ഡോറിൻ്റെ കുറ്റി തുറന്നാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഡോറ് തള്ളി തുറക്കാൻ നോക്കി. പക്ഷേ ഡോറിൻ്റെ പുറകിൽ നിന്ന് ഡോർ പുറത്തുനിന്നും കുറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പരിഭ്രാന്തിയുടെ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു അല്ലേ? അതെ, കാണുന്നില്ല. പിന്നീട് എന്താണ് നടന്നത്? പിന്നെ സിസ്റ്റർ ലിസ്യു ഇത് അറിഞ്ഞു വരികയാണ്. അവരെല്ലാവരും അവരുടെ സഭാവസ്ത്രം ധരിച്ച് അടുക്കളയിലത്തെ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അവർ പുറത്തെ, അതായത് റിസപ്ഷനിലൂടെയുള്ള വാതിലൂടെ പുറത്തേക്ക് കടക്കുന്നു. ആ റിസപ്ഷൻ്റെ വാതിലിൻ്റെ ലോക്ക് ചെയ്യുന്നത് സിസ്റ്റർ ലിസ്യു തന്നെയാണ്. ലിസ്യു അത് ഭദ്രമായിട്ട് ലോക്ക് ചെയ്ത് അതിൻ്റെ കീ സിസ്റ്റർ ലിസ്യുവിൻ്റെ കയ്യിലാണ് അത് സൂക്ഷിക്കുന്നത്. സിസ്റ്റർ ലിസ്യുവും സിസ്റ്റർ സെഫിയും ഇവരെല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് കടക്കുകയാണ്. പുറത്ത് കടന്ന് അവർ നാം നേരത്തെ പറഞ്ഞിരുന്ന കിണറിൻ്റെ സൈഡിലൂടെ സ്റ്റെയർ കേസിൻ്റെയും അപ്പുറത്ത് കൂടെ കടന്ന് കിച്ചണിലേക്ക് കടക്കുകയാണ്. കിച്ചണിലേക്ക് കടക്കുമ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ആ പൂട്ടിയിട്ട ഡോറ് തുറന്നിട്ടാണ് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്ത് പ്രവേശിച്ച് പിന്നെ സിസ്റ്റർ അഭയ മിസ്സിംഗ് ആണെന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവർ ആദ്യം തന്നെ ചെയ്തത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എമർജൻസി സ്റ്റെയർ കേസ്, നാം നേരത്തെ കണ്ട എമർജൻസി സ്റ്റെയർ കേസ് വഴി അവർ മുകളിൽ കയറി, ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി അവിടെ എല്ലാം ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു സമയം ഒരു 5 മണിക്കും 5:30 ഇടയിലുള്ള ഒരു സമയത്താണ്. അതെ, 5 മണി കഴിഞ്ഞിട്ടാണല്ലോ, 5 മണിയോടുകൂടിയാണല്ലോ അലാം അടിക്കുന്നത്. അതിനുശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് കേസ് രേഖകൾ കാണുന്നത്. മുകളിൽ പോയി അവർ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൻ്റെ പല ഭാഗത്ത് സിസ്റ്റർ അഭയെ നോക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു വന്ന് ഇവർ ഏകദേശം ഉറപ്പിക്കുകയാണ് സിസ്റ്റർ അഭയ കിണറ്റിലുണ്ട് എന്നുള്ള കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഏറ്റവും അടുത്തുള്ള വീട് സഞ്ജു പി മാത്യുവിൻ്റെ വീടാണ്. സഞ്ജു പി മാത്യുവിൻ്റെ കുടുംബമായിട്ട് അവർക്ക് നല്ലൊരു അടുപ്പുണ്ട്, കാരണം തൊട്ടുള്ള വീടുകളാണല്ലോ. അങ്ങനെ സഞ്ജു പി മാത്യുവിൻ്റെ
ഫാദർ മാത്തുക്കുട്ടിച്ചേട്ടനാണ്. മാത്തുക്കുട്ടിച്ചേട്ടനെ ഈ വിവരം അവരെ അറിയിക്കുകയാണ്. ഉടനെ തന്നെ മാത്തുക്കുട്ടിച്ചേട്ടനും മാത്തുക്കുട്ടി ഭാര്യ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ അമ്മയും കൂടിയിട്ട് അവർ വേഗം തന്നെ മഠത്തിൽ വരുന്നു. പിന്നെ ഇവർ കിണറ്റിൽ അന്വേഷിക്കുകയാണ്, ഈ ബോഡി കിണറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഒരു മുള വെച്ചിട്ടാണ്, മുളവടി കൊണ്ടാണ് അവർ, മുള കോല് കൊണ്ടാണ് അവർ കുത്തി നോക്കുന്നത്. ഈ കുത്തി നോക്കുന്നത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ അത് പലതുമായിട്ട് കണക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സൂചിപ്പിച്ചത്. ഇത് CBIയുടെ വിധിപ്പകർപ്പിൽ ഇത് കാണുന്നില്ല, പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കാലത്ത് അന്വേഷണ സംഘങ്ങൾ എല്ലാവരും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വേഗം പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം വിളിച്ചത് അവർക്ക് ഏറ്റവും പരിചിതനായ ക്രൈംബ്രാഞ്ച് SP, അന്നത്തെ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളാണ്. KT മൈക്കിളിനെയാണ് ഈ സംഭവം അവർ ആദ്യം അറിയിക്കുന്നത്. അപ്പോൾ KT മൈക്കിൾ അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്, നിങ്ങൾ വേഗം പോയി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തിലെ ഒരു ദുരന്ത നായകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന VV അഗസ്റ്റിൻ, അന്നത്തെ അവിടുത്തെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI VV അഗസ്റ്റിൻ ഈ മഠത്തിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇപ്പം അവർ പോലീസ് സംവിധാനത്തെ അറിയിച്ചു, പിന്നെ അവരൊരു കോൺഗ്രിഗേഷനാണ്. ഈ കോൺഗ്രിഗേഷൻ്റെ ഒരു അധികാരി എന്ന് പറയുന്നത് കോട്ടയം അതിരൂപതാധ്യക്ഷനാണ്. അപ്പോൾ ഈ സിസ്റ്റർ, ഈ സംഭവം നടന്ന് ഇവർ ഇങ്ങനൊരു പരിഭ്രമം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർ സെഫിയും മറ്റൊരു സിസ്റ്റർ കൂടി ഈ അന്നത്തെ കോട്ടയം അതിരൂപതാധ്യക്ഷൻ പിതാവിനെ കാണാൻ വേണ്ടി കോട്ടയം ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. പിതാവ് അന്ന് അവിടെ അല്ലായിരുന്നു താമസിച്ചിരുന്നത്, മറ്റൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ പോയി പിതാവിനെ വിവരം അറിയിക്കുന്നു. പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അബയുടെ വീട്ടിൽ ഇക്കാര്യം അറിയിക്കാൻ പറയുന്നു. അപ്പോൾ കൂടെ വന്നിരുന്ന സിസ്റ്ററും മറ്റു വ്യക്തികളും കൂടി അബയുടെ വീട്ടിലേക്ക് പോകുന്നു. സിസ്റ്റർ സെഫി തിരിച്ച് മഠത്തിലേക്ക് വരുന്നു. അപ്പോൾ അവർ ചെയ്യേണ്ട സ്വാഭാവികമായിട്ടുള്ള, ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട സ്വാഭാവികമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടിങ്ങും അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പോലീസ് സംവിധാനത്തെ അറിയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സഭാ സംവിധാനത്തെ അറിയിക്കുന്നുണ്ട്. അതിലെല്ലാം സിസ്റ്റർ സെഫി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു നിഗമനത്തിലെത്താവുന്നത് സിസ്റ്റർ സെഫിയുടെ ഭാഗത്തുനിന്നൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടലോ പരിഭ്രമോ ഒന്നും ഉണ്ടായതായി അന്നത്തെ കാലത്ത് ആരും പറയുന്നില്ല. ഇല്ല. പിന്നീട് ഈ പോലീസ് സംഘം എപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്? പോലീസ് ഏകദേശം 8-8:30 കൂടിയായിട്ടാണ് അവിടെ എത്തിയത്. അവർ പോലീസ് വന്നപ്പോൾ ഈ ഡിസ്റ്റർബൻസ് അവർ കാണിച്ചു കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തുന്നുണ്ട്. ഫയർഫോഴ്സ് സിസ്റ്റർ അബയുടെ ബോഡി ഏകദേശം ഒരു 10:30 കൂടി അബയുടെ ബോഡി കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ഇപ്പോഴേക്കും, ഇതിനൊക്കെ വളരെ മുമ്പേ സിസ്റ്റർ അബയുടെ ഫാദർ തോമസ്, അദ്ദേഹം അരീക്കര സ്വദേശിയാണ്. അദ്ദേഹം അവിടെ സിസ്റ്റേഴ്സ് തന്നെയാണ് അദ്ദേഹത്തിനെ അവിടേക്ക് എത്തിക്കുന്നത്. നേരത്തെ ജോർജ് സൂചിപ്പിച്ചിരുന്നല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഈ ലോക്കൽ പോലീസ് ഈ കേസ് വളരെ കുറച്ച് ദിവസം മാത്രമേ അന്വേഷിച്ചു തോന്നുന്നു, അല്ലേ? VV അഗസ്റ്റിൻ വെറും 2 ദിവസമാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 30ഓളം 27-നും 30-നും ഇടയിൽ സാക്ഷികൾ അദ്ദേഹം ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഠമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റേഴ്സിനെയും അവിടെ താമസിച്ചിരുന്ന അന്തേവാസികളെയും പിന്നെ മറ്റ് സംശയം തോന്നിയ ചിലരെയാണ് അവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അവരുടെ മൊഴികൾ VV അഗസ്റ്റിൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ VV അഗസ്റ്റിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്ന ഒരു നിരീക്ഷണമാണ് VV അഗസ്റ്റിൻ നടത്തിയത്. കാരണം നമുക്ക് VV അഗസ്റ്റിൻ്റെ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. നമ്മൾ ഈ VV അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അരുൺ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇതിനൊരു ദുരന്ത നായകൻ എന്ന് പറയുന്നത് VV അഗസ്റ്റിനാണ്. അദ്ദേഹം ആദ്യത്തെ ഫസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആദ്യത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫസ്റ്റ് നിഗമനം തന്നെ കൊലപാതകം എന്നൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിനി ഈ കൊലപാതകം എന്നൊരു ആംഗിൾ നിന്നുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാനിടയായ സാഹചര്യം, അതിൽ കുറ്റാരോപിതരാണ് എന്ന് വിവിധ അന്വേഷണ സംഘങ്ങൾ ചൂണ്ടിക്കാട്ടിയ വ്യക്തികൾ, ഇവരെ ഒന്ന് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് നിരവധി CBI സംഘങ്ങളാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്. ഈ ലോക്കൽ പോലീസ് സ്റ്റേഷൻ, ക്രൈംബ്രാഞ്ച്, പിന്നീട് നിരവധി CBI സംഘങ്ങൾ. അതിനെപ്പറ്റി ഒരു ബ്രീഫ് സമ്മറി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് നൽകിയതിനു ശേഷം ഈ കൊലപാതകം എന്നൊരു ആംഗിൾ നിന്നുകൊണ്ട് നമുക്ക് കുറ്റാരോപിതരെ കുറിച്ച് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, VV അഗസ്റ്റിൻ ഏകദേശം 2 ദിവസമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഏകദേശം 9 ദിവസത്തിനുള്ളിൽ ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയാണ്. ക്രൈംബ്രാഞ്ച് 9 മാസത്തോളം ഈ കേസ് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ചിൻ്റെ അവസാനത്തെ നിഗമനം ഇതൊരു ആത്മഹത്യയാണെന്നാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലുടനീളം അവർ കൊലപാതകത്തിനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും അതുമായിട്ട് അവർക്ക് സംശയമുണ്ടായിരുന്ന പലരെയും അവർ ചോദ്യം ചെയ്യുകയും, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അടക്കരാജൊക്കെ ആ സമയത്തുണ്ട്, അടക്കരാജുവിനെ പീഡിപ്പിച്ചു എന്നൊക്കെ അടക്കരാജയുടെ പരാതികളുമുണ്ട്. 54 ദിവസത്തോളം അടക്കരാജു പോലീസ് കസ്റ്റഡിയിൽ ആ സമയത്തുണ്ടായിരുന്നു. ഇവരുടെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് ശേഷം പിന്നീട് CBI സംഘങ്ങൾ
പലരും മാറി മാറി അന്വേഷിച്ചു. എനിക്കൊന്ന് ഈ നമ്മൾ CBI ഈ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ CBI അന്വേഷണത്തിലേക്ക് നയിച്ച ചില ഘടകങ്ങൾ കൂടി ഒന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട്. ചില ഒരു പബ്ലിക് ഔട്ട്റേജ് എന്നൊക്കെ കൃത്യമായി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. എന്തെല്ലാം ഘടകങ്ങളാണ് ഈ സർക്കാരിനെ ഈ ഒരു CBI അന്വേഷണത്തിലേക്ക് നയിക്കാൻ കാരണമായി? അതുകൂടി പ്രത്യേകം ഒന്ന് എടുത്ത് പ്രതിപാദിക്കേണ്ടത്. എനിക്കത് പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ നടത്തിയൊരു നിരീക്ഷണമുണ്ട്. നമ്മൾ ഈ ജസ്റ്റിസ് ഹേമ എന്ന് പലവട്ടം പറയുമ്പോൾ പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ജസ്റ്റിസ് ഹേമയെ കോട്ട് ചെയ്യുന്നതെന്നൊരു സംശയം തോന്നാം. ഈ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം നൽകുന്നത്, അറസ്റ്റിലായതിനു ശേഷം ഈ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് ജസ്റ്റിസ് ഹേമ ആണ്. ഈ ഹേമ വെറുതെ അല്ല ഇങ്ങനെ ഒരു ജാമ്യം നൽകുന്നത്. ഹേമയെ സംബന്ധിച്ചിടത്തോളം ഹേമ ഏകദേശം 2 ആഴ്ചയോളം ഇതിൻ്റെ കേസ് ഡയറി പഠിക്കാൻ വേണ്ടി മാത്രം അവർ ഇതിനുവേണ്ടി തുനിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം അവർക്ക് ആ വിധിയിൽ തെറ്റുപറ്റരുത് എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവരത് അത്രയും പഠിച്ചത്. ഈ ഹേമയെ കുറിച്ച് പിന്നീട് നമുക്ക് അറിയാം, ഈ അടുത്ത കാലത്തും ഹേമ പ്രശസ്തയാണ്. ഹേമയുടെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ WCCയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയിലാണ്. അപ്പോൾ ജസ്റ്റിസ് ഹേമ ഇതിലൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ കേസ് തുടങ്ങി നേരത്തെ പറഞ്ഞതുപോലെ VV അഗസ്റ്റിൻ എന്ന വ്യക്തിനെയാണ് CBI ഏറ്റവും കൂടുതൽ പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. VV അഗസ്റ്റിൻ ഇതിലെ പ്രതിയും കൂടിയാണ്. അവസാന CBIയുടെ ചാർജ് ഷീറ്റിൽ VV അഗസ്റ്റിൻ പ്രതിയാണ്. പ്രതിയായ VV അഗസ്റ്റിനാണ് സിസ്റ്റർ സെഫിയെയും തോമസ് കോട്ടൂർ അച്ഛനെയും പുത്രക്കലിനെയൊക്കെ അറസ്റ്റ് ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത്. VV അഗസ്റ്റിൻ ഈ കേസിൽ ഒരു സമയത്തും ഇതൊരു ആത്മഹത്യയാണ് എന്ന് സൂചിപ്പിച്ചിട്ടില്ല എന്ന് കേസ് ഡയറി കൃത്യമായിട്ട് പരിശോധിച്ച് ജസ്റ്റിസ് ഹേമ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സഭയായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ കോൺവെന്റ് സഭ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അർത്ഥതലത്തിലാണ് പലരും ഇത് പറയുന്നത്. വത്തിക്കാൻ മുതൽ എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ടാണ് ഒരു സഭ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ അവർ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സും അന്നത്തെ കോൺവെന്റിലുള്ള അന്തേവാസികളും ഇവരെല്ലാവരും മദർ സുപ്പീരിയറും ഇവരെല്ലാവരും ഇതൊരു ആത്മഹത്യയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇവരെല്ലാ സമയവും പറയാൻ ശ്രമിച്ചത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ്. അതിനനുസരിച്ചുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൂചനകളാണ് ഈ മഠം അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്തേക്കും പല പേരുകളും പറയുന്നുണ്ട്. നമുക്ക് ആ പേരുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ജസ്റ്റിസ് ഹേമയും കണ്ടെത്തുകയാണ് ഈ കേസിൽ സഭയുടെ ഭാഗത്തുനിന്ന് ഇതൊരു ആത്മഹത്യയാക്കാനുള്ള യാതൊരു ശ്രമവും ഇതേവരെ ആ കേസ് ഡയറി പ്രകാരം ഒരിടത്തും കാണുന്നില്ല എന്ന് മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ ബെനിക്കാസിയ എന്ന് പറഞ്ഞ CMC സഭയുടെ ജനറലായിരുന്ന ആലുവയിലുള്ള മൗണ്ട് കാർമൽ ഹൗസിലെ സിസ്റ്റർ ബെനിക്കാസിയ, അവരുടെ ഒരു ജനറൽ ചാപ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ നമ്മുടെ പൈസ്റ്റൺ കോൺവെൻറ്റിൽ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ചില സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, ഈ ജനറൽ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് അഭയ കേസ് CBI അന്വേഷിക്കണമെന്ന് പരാതി കൊടുക്കാനായിട്ട് അവർ ഒരു തീരുമാനം ജനറൽ ചാപ്റ്റർ വെച്ചെടുക്കുകയും അതിന് പ്രകാരം സിസ്റ്റർ ബെനിക്കാസിയയുടെ നേതൃത്വത്തിൽ 67ഓളം സിസ്റ്റേഴ്സ് ഒപ്പിട്ടൊരു നിവേദനം അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന് കൈമാറുന്നുണ്ട്. ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് ഈ അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ ജോർജി, ഇപ്പോൾ ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവിടെ പൊളിയുകയാണ്. ഒന്ന്, പിന്നെ ASI VV അഗസ്റ്റിൻ ഇതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ടില്ല. 2, സഭ ഒരിക്കൽ പോലും ഇതൊരു ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. വളരെ പ്രധാനമാണ്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും പലരും ഇത്രയും ഈ ഒരു കുറ്റാരോപിതരെ അവർക്ക് മേലുള്ള ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് കോടതി വിധി വന്നതിന് ശേഷവും സഭ ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി, കോടികൾ വാരി എറിഞ്ഞു എന്ന വളരെ ശക്തമായ ഒരു പൊതുബോധം ഇപ്പോഴും സമൂഹത്തിലുണ്ട്. പക്ഷേ ആ ഒരു ആരോപണം ഇപ്പോൾ തന്നെ ഇവിടെ പൊളിയുകയാണ്. ജോജി സൂചിപ്പിച്ചത് ഇതിന്റെ നേർ തിരിച്ചാണ്. നാം ഇത് കേസ് ഡയറി കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേർ തിരിച്ചാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സഭ ഇതൊരു കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചോ എന്ന് നമുക്ക് കേസ് ഡയറി പരിശോധിച്ച് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇപ്പോൾ VV അഗസ്റ്റിൻ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. ആ ഒരു എല്ലാ അന്വേഷണ സംഘവും CBI അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിരവധി അന്വേഷണ സംഘങ്ങൾ ഈ കേസ് അന്വേഷിച്ചു. അവരുടെ എല്ലാം ഒരു ബ്രീഫ് സമ്മറി നടത്തിയതിനു ശേഷം നമുക്ക് ഈ കൊലപാതകം എന്നൊരു ആംഗിളും അതിൽ കുറ്റാരോപിതരായവരെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക്. ഞാനിപ്പോൾ സിസ്റ്റർ ബെനിക്കാസിയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു പേരും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ കേസിൽ ആദ്യ അവസാനം ഈ കേസിന് വേണ്ടിയിട്ട് വാദിച്ച അല്ലെങ്കിൽ ഈ കേസിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ ജോമോൻ പുത്തമ്പുരയ്ക്കൽ കൺവീനറായി ഒരു ആക്ഷൻ കൗൺസിൽ അവയുടെ മരണത്തിന് 3 ദിവസത്തിന് ശേഷം രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട്
പ്രതിഷേധ പരിപാടികളും അവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കോട്ടയത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർ ജോമൻ പുത്തൻപുരയ്ക്കലും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അന്ന് പിന്നീട് ഇത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ മുഖ്യമന്ത്രി ഈ സിസ്റ്റർ ബെനിക്കാസയുടെ നിവേദന പ്രകാരം ആ കാര്യത്തിനുള്ള തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് കോടതി CBI അന്വേഷണത്തിലേക്ക് ഇത് വരുന്നത്. CBI അന്വേഷണം CBIയുടെ കൊച്ചി ഘടകമാണ് CBI അന്വേഷണം നടത്തുന്നത്. കൊച്ചി ഘടകത്തിൻ്റെ അന്നത്തെ ചാർജ് ഉണ്ടായിരുന്നത് ത്യാഗരാജൻ ആണ്. ഈ ത്യാഗരാജനാണ് വർഗീസ് പി തോമസ് എന്ന് പറഞ്ഞ അന്നത്തെ DYSP ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. വർഗീസ് പി തോമസ് ഏതാനും മാസങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം മറ്റു ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചു. അങ്ങനെ ഒരു 3 വർഷത്തിന് ശേഷം 1996 CBIയുടെ ആദ്യത്തെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. ആ റിപ്പോർട്ട് പ്രകാരം ഇതൊരു ആത്മഹത്യയോ കൊലപാതകമോ എന്ന് CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അവർ വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്നാൽ കോടതിയിൽ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് വീണ്ടും CBI സംഘം വരുന്നു. അവർ 1999 പിന്നത്തെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ഇതൊരു കൊലപാതകമാണെന്ന് ആണ് CBIയുടെ നിഗമനം. പക്ഷേ പ്രതികളെ ട്രേസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു നിഗമനത്തിലാണ് അവർ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതും വീണ്ടും തള്ളപ്പെടുകയാണ്. അപ്പോൾ വീണ്ടും CBI സംഘം മറ്റൊരു CBI സംഘം ഇത് അന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ച് വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് ഇതിലെ പ്രതികളെ പിടിക്കാനാകുന്ന ഒരു തെളിവും ഞങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇവരെ പ്രതികളാക്കാവുന്ന ഒരു തെളിവും ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചില്ല. ഇതോടുകൂടി വീണ്ടും കോടതിയും CBIയുമായിട്ടുള്ള തർക്കങ്ങൾ മുറുകുകയാണ്. ഒടുവിൽ വീണ്ടും ഒരു അന്വേഷണ സംഘം വീണ്ടും രൂപീകരിക്കപ്പെടുകയാണ്. 2006 ആണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത്. അത് പ്രകാരം കൃഷ്ണ അഗർവാൾ എന്നീ 2 ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പിന്നീട് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണം ഏകദേശം ഒരു 1.25 വർഷം പിന്നിടുമ്പോഴാണ് കേസ് കൊച്ചി ഘടകത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നതും. അത് പ്രകാരം 2008 നവംബർ 1 നന്ദകുമാർ ഈ കേസ് ഏറ്റെടുക്കുകയാണ്, ഇതിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കേസ് മിസ്റ്റർ നന്ദകുമാർ ഏറ്റെടുക്കുമ്പോൾ CBI ഒരു വലിയ പ്രഷർ, വളരെ സമ്മർദ്ദത്തിലായിരുന്നു. വളരെ വ്യക്തമാണ്. കോടതിയിൽ നിന്നും മറ്റൊരു അവർ പൊതുസമൂഹത്തിൽ നിന്നും എല്ലാം ഉള്ള ഒരു വലിയ സമ്മർദ്ദത്തിലാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതായത് CBIയുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ CBIയുടെ ഒരു കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ തീർച്ചയായും CBI സമ്മർദ്ദത്തിലാണ്. അവർക്കൊരു പ്രതിയെ കണ്ടെത്തിയേ തീരൂ. അപ്പം ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടുപിടിച്ച് പിന്നെ തെളിവുണ്ടാക്കുക എന്നൊരു ശൈലിയിലേക്ക് CBI പോയാൽ പോലും CBIയുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ വളരെയധികം ഒരു സമ്മർദ്ദത്തിലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ കുറ്റാരോപിതരായ സിസ്റ്റർ സെഫിയെയും ഫാദർ തോമസ് കൊട്ടൂരിനെയും അറസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കൊലപാതകമാണ് എന്ന് ലാസ്റ്റ് CBI സംഘം ഇത് കണ്ടെത്തിയിരിക്കുന്നു. ഈ അന്വേഷണങ്ങളിൽ ഉടനീളം ഈ വിവിധ അന്വേഷണ സംഘങ്ങളുടെ സംശയ നിഴലിലുണ്ടായിരുന്നവരെ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ അരുൺ? തീർച്ചയായിട്ടും. എൻ്റെ കൂടെ ഒരു കാര്യം എൻ്റെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഇത്രയധികം CBI സംഘങ്ങൾ 16 വർഷത്തോളം ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ നന്ദകുമാർ കേസ് ഏറ്റെടുത്ത് വെറും 18 ദിവസമാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത് ഈ കുറ്റക്കാരായ പ്രതികളെ പിടികൂടാനായിട്ട്. അതിൽ വലിയൊരു അസ്വാഭാവികത ആദ്യമേ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം പുതുതായിട്ട് ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നന്ദകുമാർ ഇവരെ പ്രതികളാക്കുന്നത്. ഇതിനു മുമ്പുള്ള മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങൾ മാത്രമാണ് നന്ദകുമാറിന്റെ മുമ്പിലുണ്ടായിരുന്നത്. മറ്റൊരു അന്വേഷണവും നടത്താതെ അദ്ദേഹം ഈ 3 പേരെയും പ്രതികളാക്കി അറസ്റ്റ് ചെയ്യുകയാണ്. ലക്ഷ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരെ പിടികൂടിയതിനു ശേഷം തെളിവുകൾ ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇവരെ പ്രതികളാക്കുന്നത്. നമുക്ക് ഈ നന്ദകുമാരനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ എനിക്ക് തോന്നുന്നു 3 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. ഒന്ന് ഈ അടയ്ക്കരാജു എന്ന് പറഞ്ഞ ഓപ്ഷൻ. കാരണം അടയ്ക്കരാജു അവിടെ ഉണ്ടായിരുന്നു എന്ന് അടയ്ക്കരാജു തന്നെ ആ ഒരു സംഭവ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന വ്യക്തി അടയ്ക്കരാജുവാണ്. ഒന്ന് അടയ്ക്കരാജു. പിന്നീട് കുറച്ച് യുവാക്കളുടെ ഒരു കാര്യം ഈ ഒരു കേസ് അന്വേഷണത്തിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി കുറെ കൂടി ഒന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പിന്നെയാണ് ഈ കുറ്റാരോപിതരായിട്ടുള്ള സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പുതിർക്കലിനെ പിന്നീട് വിചാരണ നേരിടുന്നതിൽ നിന്ന് കോടതി ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ഈ 3 വ്യക്തികൾ അല്ലെങ്കിൽ 3 ഈ കുറ്റാരോപിതർ നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ഓരോരുത്തരെയും ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആ യുവാക്കളെ കുറിച്ച് ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഒന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തള്ളിപ്പോയൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ അറിവിലേക്കായിട്ട്, പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് ഈ കോൺവെൻറ്റിൽ ഉള്ള ചില പെൺകുട്ടികൾ ഈ യുവാക്കന്മാരുടെ കൂടെ ആലപ്പുഴ ബീച്ചിൽ വെച്ച് കാണപ്പെടുകയും പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും അങ്ങനെ ഒരു
ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺവെൻറ്റിൽ നിന്ന് 3 പെൺകുട്ടികളെ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺവെൻറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഈ യുവാക്കളുടെ പേര് പല മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഒന്ന് ആപ്പിൾസാം, ബിജു ജി പണിക്കർ, പിന്നെ മറ്റു 2 പേരുകൾ കൂടി പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കുറച്ച് യുവാക്കളുടെ പേരുകളാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവര് എങ്ങനെയാണ് ഈ ഒരു ഓക്കെ ഇത് അരുൺ പറഞ്ഞതുപോലെ ഈ ഹോസ്റ്റൽ അന്തേവാസികളായിട്ടുള്ള പെൺകുട്ടികളെ അവരോടൊപ്പം ബീച്ചിൽ നിന്ന് അവരെ പിടിക്കുന്നു, ഈ പെൺകുട്ടികളെ പുറത്താക്കുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡന്റുമായിട്ട് ഇവർ ഒരു കണക്റ്റഡ് ആവാനുള്ള ഒരു റീസൺ എന്താണ്? ശരിക്കും സിസ്റ്റർ ലിസ്യു നേരത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ, അവിടുത്തെ മദർ സുപ്പീരിയർ ആണ് ഇവരുടെ സാധ്യതകൾ പോലീസിന് മുമ്പിൽ അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആപ്പിൾസാമിനെയും ബിജു ജി പണിക്കറിനെയും ഇവർ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയിലെ ഒരു ലോഡ്ജിൽ ആപ്പിൾസാമും ബിജു ജി പണിക്കരും കൂടി ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനൊരു സംഭവം ഉണ്ടായി. അതുമാത്രമല്ല, അതിനുശേഷം പിന്നീട് ബിജു ജി പണിക്കരെ എക്കാലത്തേക്കുമായിട്ട് കാണാതായി. അദ്ദേഹത്തെ ഇന്നേ വരെ എവിടേക്ക് പോയി എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയൊരു ദുരൂഹതയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്തേണ്ട ഒരാവശ്യം ഉണ്ട്. ആ തരത്തിലേക്ക് ഒരു അന്വേഷണം പോയിട്ടില്ല. ശരിക്കും ഒരു അന്വേഷണ സംഘവും ആ ഒരു ആംഗിളിലേക്ക് ഒരു അന്വേഷണം പോയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി കേട്ടിട്ടുണ്ട്, ഈ യുവാക്കൾ ഈ പെൺകുട്ടികളെ പുറത്താക്കിയതിന് ശേഷം ഈ ഹോസ്റ്റലിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതാണ് സിസ്റ്റർ ലിസ്യു ഇവർക്കെതിരെ പരാതി ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇടയ്ക്കിടയ്ക്ക് അവർ ഹോസ്റ്റലിൻ്റെ റിസപ്ഷനിലേക്ക് വിളിച്ച് ഹോസ്റ്റലിലെ ഭീഷണി മുഴക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി നാം വിട്ടുപോയൊരു പേരാണ് ഈ സഞ്ജുവും ഒരു ഘട്ടത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു ചില അന്വേഷണ സംഘങ്ങളുടെ. തീർച്ചയായിട്ടും സഞ്ജു പി മാത്യു സംശയത്തിന്റെ മുന്നിൽ, സഞ്ജു പി മാത്യുവിന്റെ കുടുംബവും ഒക്കെ ഈ സംശയത്തിന്റെ മുന്നിൽ വരാൻ കാരണം ഇവരൊക്കെയാണ്. ആദ്യം സഞ്ജുവിന്റെ പേരൻസാണ് ആദ്യം ഈ സംഭവം നടന്ന സീനിലേക്ക് വരുന്നുണ്ട്. സഞ്ജു പി മാത്യുവിന്റെ വീട് നാം നേരത്തെ ശ്രദ്ധിച്ചിരുന്നല്ലോ, ഏറ്റവും തൊട്ടുള്ള കിണറിനോടും ഏറ്റവും തൊട്ടുള്ള വീടാണ് സഞ്ജു പി മാത്യുവിന്റെ വീട്. അതുകൂടാതെ സഞ്ജു പി മാത്യു അന്ന് സ്റ്റുഡൻ്റാണ്, അവനൊരു കോളേജ് പയ്യനാണ്. അപ്പോൾ അവൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് അവൻ റോട്ടിലൂടെ നടന്ന് രാത്രി അവൻ ചായ കുടിക്കാനൊക്കെ ഇട്ട് പുറത്തു പോകുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സഞ്ജു പി മാത്യു ആ ദിവസം രാത്രി പുറത്ത് കറങ്ങി നടക്കുന്നതായിട്ട് അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിനെ സംശയിക്കുന്ന അത് എത്രത്തോളം സംശയിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബയുടെ ഇൻക്വസ്റ്റും ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് സഞ്ജു മാത്യുവിൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് വളരെ ഭയത്തോടു കൂടിയിട്ട് ഈ കാഴ്ചകൾ, മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ അത്രയും ഭയചകിതനായിട്ടാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുന്നതെന്നുള്ള ഒരു സിസ്റ്ററിൻ്റെ ഒരു മൊഴി അതിലുണ്ട്. അത് എത്രത്തോളം നമുക്കത് സ്വീകരിക്കാമെന്നുള്ളത് അറിയാമല്ലോ. അപ്പം പിന്നീടുള്ള അന്വേഷണത്തിലൊന്നും ഈ സഞ്ജുവിനെ ഒരു സംശയത്തിന് നിഴലാക്കിയില്ല അല്ലേ? പിന്നീട് സഞ്ജു ആ ഒരു സീനിൽ നിന്ന് മാറി അല്ലേ? ആദ്യകാലത്ത് സഞ്ജു ഒരുപാട് തവണ സംശയിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സഞ്ജു പി മാത്യു. പിന്നെ ജോജി, എനിക്ക് തോന്നുന്നു ഈ അടയ്ക്ക രാജുവിൻ്റെ കാര്യം കുറെ കൂടി നമ്മൾ ഒരു വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഇനി അടയ്ക്ക രാജു ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു നോബൽ വിറ്റ്നസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ്, സമ്മതിച്ച ഒരു വ്യക്തിയാണ്. ഈ അടയ്ക്ക രാജു എങ്ങനെയാണ് ഈ ഒരു കൃത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു അഭയ കേസുമായി ബന്ധപ്പെട്ട് ഈ അടയ്ക്ക രാജു എങ്ങനെയാണ് ഈ സീനിലേക്ക് വന്നത്? യഥാർത്ഥത്തിൽ അടയ്ക്ക രാജു വരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ സമയത്താണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ അവസാന നിഗമനം ഇത് ആത്മഹത്യയാണെന്നാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷിച്ചിട്ടുള്ളതെല്ലാം ഇതിൻ്റെ കൊലപാതകത്തിനുള്ള സാധ്യതകളാണ് അന്വേഷിച്ചു വന്നത്. അപ്പം അങ്ങനെയാണ് നാം ആദ്യം നേരത്തെ സൂചിപ്പിച്ച മറ്റു 4 ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ അവർ അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാലത്ത് അവിടെയുള്ള കള്ളന്മാരെക്കുറിച്ചും ആ കള്ളന്മാരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി ഈ കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കേസിൻ്റെ അന്വേഷണം അടയ്ക്ക രാജുവിൽ വന്നെത്തുന്നത്. അപ്പോൾ അതിലേക്ക് ആധാരമായത് അവിടെ ഒരു ആക്രിക്കടയുണ്ട്, കോട്ടയത്ത് തന്നെയുള്ള ആക്രിക്കടയാണ്. ആക്രിക്കടയിൽ അടയ്ക്ക രാജു കോപ്പർ പ്ലേറ്റ് അവിടെ വിൽക്കാനായിട്ട് 2 തവണ 3 തവണ വന്നതായിട്ട് അവിടെ നിന്ന് ആ ആക്രിക്കടയിൽ നിന്നുള്ള മൊഴിയുണ്ട്. ഇത് അടയ്ക്ക രാജു സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അടയ്ക്ക രാജു ഈ പൈസ്റ്റൺ കോൺവെന്റ് ഹോസ്റ്റലിൻ്റെ മുകളിലുള്ള മിന്നൽ രക്ഷാ ചാലകം, ആ ചാലകത്തിൻ്റെ കോപ്പർ പ്ലേറ്റുകൾ കട്ട് ചെയ്ത് ഈ കടയിൽ കൊണ്ട് വിറ്റിരുന്നു. ഇത് അടയ്ക്ക രാജു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടയ്ക്ക രാജു ആ സംഭവം നടന്ന ദിവസവും ഈ കോപ്പർ പ്ലേറ്റ് മോഷ്ടിച്ച് ഈ കടയിൽ വിറ്റതായിട്ട് തെളിവുകൾ ലോക്കൽ പോലീസിനും CBI കോടതിയിൽ ഈ കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ കാര്യം അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോർജ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഞ്ചാവ് ഉപയോഗിച്ച് കള്ള് കുടിച്ച്
അതുപോലെ ഒരു കള്ളൻ ആ ഒരു അവസ്ഥ നടന്ന ഈ അടയ്ക്കാരാജുവിൻ്റെ മൊഴി എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും. സാധിക്കും. അതുപോലെ പലതവണ ഈ അടയ്ക്കാരാജു തൻ്റെ മൊഴി മാറ്റി പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വന്ന ഒരു ടൈമുമായിട്ട് ബന്ധപ്പെട്ട് പല മൊഴികളും അദ്ദേഹം ആ വ്യക്തി പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കൂടുതലൊരു അന്വേഷണങ്ങളൊന്നും പിന്നീട് പോയിട്ടില്ല. ശരിക്കും അടയ്ക്കരാജു ആദ്യം പറഞ്ഞ മൊഴി പ്രകാരം അടയ്ക്കരാജു 1:30 സമയത്താണ് ഈ മഠത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ അദ്ദേഹം കയറുന്നുണ്ട്. അപ്പോൾ ഈ 1:30 എന്ന സമയം ഏകദേശം അടയ്ക്കരാജു പറഞ്ഞ അടയ്ക്കരാജുവിൻ്റെ ഓപ്പറേഷനുമായിട്ട് മോഡ് ഓഫ് ഓപ്പറേൻറ്റിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. കാരണം അടയ്ക്കരാജു തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം കോട്ടയത്തെ അഭിലാഷ് തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞതിന് ശേഷം വഴിയിലുള്ളൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് അതിനുശേഷം പതുക്കെ ഈ മോഷണ സ്ഥലത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കരാജു ആദ്യം പറഞ്ഞ മൊഴി പ്രകാരം ഏകദേശം 1 മണി 1:30 എന്നുള്ള ആ സമയം പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് അടയ്ക്കരാജു അവിടെ വന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്കൊന്ന് വിശ്വസിക്കാവുന്ന ഒരു എനിക്ക് തോന്നുന്നു കോളേജ് ഹോസ്റ്റലിലെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഇപ്രകാരം ഒരാൾ പുറത്തുനിന്ന് വരുന്ന കണ്ടെന്നു അതിനുശേഷം കുറച്ച് കുട്ടികളുടെ മൊഴിയുണ്ട്. ഒരു തലകെട്ടുകാരൻ കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് വരുന്നതായിട്ടും കുറേ സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹം മടങ്ങി പോകുന്നതായിട്ടും കണ്ടതായിട്ടുള്ള കോളേജിലെ സ്റ്റുഡൻസിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം അടയ്ക്കരാജു പിന്നീട് മാറ്റി പറഞ്ഞ മൊഴികൾ പ്രകാരമല്ല, ഏകദേശം 1 മണി നേരത്ത് 1 മണി അല്ലെങ്കിൽ 1:30 മണി നേരത്ത് ഈ കോമ്പൗണ്ടിൽ കയറുകയും ഇവിടെ നിന്ന് മിന്നൽ രക്ഷാ ചാലകത്തിൻ്റെ കോപ്പർ പ്ലേറ്റ് മോഷ്ടിക്കുകയും മോഷ്ടിച്ചതിന് ശേഷം അത് വിൽക്കുകയും ആ വിറ്റ അടയ്ക്കരാജു പിന്നീട് തിരിച്ചു വരുന്ന കാര്യം അടയ്ക്കരാജു തന്നെ പറയുന്നുണ്ട്. ഏകദേശം ഒരു 8 മണിക്ക് ശേഷം അടയ്ക്കരാജു ഈ കോൺവെന്റിന്റെ മുൻപിൽ വരുമ്പോൾ ഈ കോൺവെന്റിലെ ഒരുപാട് ജനക്കൂട്ടത്തെ കാണുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടയ്ക്കരാജു തന്നെ സ്വയം സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാരും ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, ഈ കൃത്യം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന് സ്വയം സമ്മതിച്ച അല്ലെങ്കിൽ എന്നാ പറയുക ഒരു കള്ളനായ ഈ അടയ്ക്കാരാജുവിനെ കേന്ദ്രീകരിച്ച് ഒരിക്കലും ഈ ഒരു അന്വേഷണം പോയിട്ടില്ല. ആ പറയുന്നതിൽ ചെറിയൊരു തിരുത്തുണ്ട്. കാരണം ക്രൈംബ്രാഞ്ച് അടയ്ക്കരാജുവിനെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 54 ദിവസത്തോളം അടയ്ക്കരാജു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവിടെ നടന്നിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചൊക്കെ അടയ്ക്കരാജു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് തീർച്ചയായിട്ടും അടയ്ക്കരാജുവിനെ ഇതിൽ സംശയിച്ചിരുന്നു എന്ന് മാത്രമല്ല അടയ്ക്കരാജുവിനെ കൊലപാതകിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ജോജി പറഞ്ഞതുപോലെ ഈ അവിടെ സ്ഥിരമായി ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ അടയ്ക്കരാജു എന്ന് പറയുന്ന ഈ ഒരു കള്ളനായിട്ടുള്ള ഈ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ മൊഴികളിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഈ യുവാക്കൾ, അതോടൊപ്പം ഈ അടയ്ക്കരാജുവിന് നമുക്ക് ഫുൾ ആയിട്ടൊരു സ്ട്രൈക്ക് ഓഫ് ഉണ്ട്, അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താം. നമുക്കൊരു അടുത്ത ഘട്ടത്തിലേക്ക് അതിലേക്ക് വരാം. പിന്നെ ഈ യുവാക്കളുണ്ട്, സഞ്ജുവിൻ്റെ കാര്യം നാം സംസാരിച്ചു. ഇനി ഈ കുറ്റാരോപിതരായിട്ടുള്ള ഈ 3 പേരുടെ ഒരു കാര്യം. അദ്ദേഹം ഒരു ഉപമക്കത്ത് എഴുതുകയാണ് CBIക്ക്. ഈ 3 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ കേസിന്റെ പ്രതികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത്തരം ഒരു കൃത്യത്തിന്, അത് വളരെ ഒരു മോശകരമായ ഒരു വളരെ മ്ലേച്ഛമായ ഒരു കൃത്യത്തിന് ഈ വൈദികർ ലോഹം ഇട്ടുകൊണ്ട് വരിക, അതിനുശേഷം മതിൽ ചാടിക്കിടക്കുക, തികച്ചും ഒരു ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറി പോലെ തോന്നുകയാണ്. തെളിവുകൾ ലഭിച്ചിട്ട് പിന്നെ പ്രതിയിലേക്ക് പോകുന്നതിന് പകരം പ്രതികളെ കണ്ടുപിടിച്ച് പിന്നെ തെളിവുണ്ടാക്കുന്ന ഒരു ശൈലിയാണ് CBI സ്വീകരിച്ചത്.